Hello friends, techinfocafe മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഏതായിരിക്കും ഈ കിഡിലൻ ആപ്ലിക്കേഷൻ എന്ന്. അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ നിങ്ങൾ സീൻ ചെയ്യുന്നതിന് മുന്നേ ഡിലീറ്റ് ആയി പോയെങ്കിൽ ആ മെസ്സേജുകൾ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. വാട്സപ്പിൻ്റെ അകത്ത് ഡിലീറ്റ് ആയ മെസ്സേജ് നമുക്ക് വായിക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം വാട്സപ്പിൻ്റെ പോളിസി അനുസരിച്ച് നമ്മൾ സീൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അയച്ച സെൻഡർ, അതായത് ആര് നമുക്ക് അയച്ചാലും അയാൾ അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെസ്സേജ് സീൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞേക്കണ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് കാണുകയുള്ളൂ. പക്ഷേ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഏത് മെസ്സേജും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കത് കാണാൻ പറ്റും. ഉദാഹരണം ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും ഓഡിയോ മെസ്സേജ് ആണെങ്കിലും വീഡിയോ മെസ്സേജ് ആണെങ്കിലും ഏത് തന്നെ ടൈപ്പ് മെസ്സേജ് ആയിക്കോട്ടെ, ഏത് കാറ്റഗറിയിൽപ്പെട്ട മെസ്സേജ് ആണെങ്കിലും നമുക്ക് ആ മെസ്സേജ് കാണാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഈ ആപ്ലിക്കേഷൻ്റെ റിവ്യൂവും കാര്യങ്ങളും അതുപോലെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് WAMR എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. കണ്ടോ, WAMR റിക്കവർ ഡിലീറ്റഡ് മെസ്സേജ്. അപ്പോൾ നമുക്കതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആ ഇൻസ്റ്റാൾ ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഏകദേശം 10 മില്യൺസ് ഡൗൺലോഡ് കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ 3+ റേറ്റിംഗ് ആണ്. 3+ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാം. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വേണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇവർ എന്തൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്യുന്ന വയലൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കോമിക്കും ഫാൻറ്റസി ആയിട്ടുള്ള വയലൻസുകളാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ബാഡായിട്ടുള്ള ലാംഗ്വേജുകളൊന്നും ഇവർ പെർമിറ്റ് ചെയ്യുന്നില്ല. അത് തന്നെ വലിയൊരു ഇതാണ്. കാരണം ഫേക്കായിട്ടുള്ള ആ പരസ്യങ്ങളും അതുപോലെ ഫേക്കായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അതുപോലെ കാണുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ടൈപ്പുള്ള ആഡ്സുകളൊന്നും ഇവർ ഡിസ്പ്ലേ ചെയ്യില്ല ഇതിൻ്റെ അകത്ത്. അതുപോലെ ഏകദേശം 4.5 റേറ്റിംഗ് ആണ് ഇതിനുള്ളത്. 613K റിവ്യൂസും തന്നെ കാണുന്നുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഏകദേശം ഒരു 15-14 MB ഈ ആപ്ലിക്കേഷൻ്റെ ഫയൽ സൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ടാണ് നമുക്ക് വരുന്നത് ഓരോ മെസ്സേജും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് അവർ ഡിസ്ക്ലെയിമറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവർ പറയുന്ന എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ വാട്സപ്പ് എന്ന് പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത്, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് മെസ്സേജ് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കിയ മെസ്സേജ് ആണെങ്കിൽ നമുക്കത് റീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വാട്സപ്പിൻ്റെ പോളിസി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒത്തിരി നമുക്ക് ലഭ്യമാണ്. പക്ഷേ അതൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഇതുപോലുള്ള നല്ല ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുകയുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ അത് ഡിസ്ക്ലെയിമർ അക്സെപ്റ്റ് കൊടുത്തു. ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലുള്ള ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഉള്ളതിൽ അവർ നമുക്ക് ഏതൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ഏതൊക്കെ ആപ്ലിക്കേഷൻ നമുക്ക് മോണിറ്റർ ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പ്, മെസ്സഞ്ചർ, ഫേസ്ബുക്ക്, ടെലിഗ്രാം, യൂട്യൂബ്, നമുക്കങ്ങനെ എല്ലാം നമ്മുടെ കയ്യിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. കാരണം ഡിലീറ്റ് ആയ മെസ്സേജുകളും എന്ത് വരുന്നത് നമുക്ക്, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ വാട്സപ്പും മെസ്സഞ്ചറും നിങ്ങൾ യൂസ് ചെയ്താൽ മതി. കാരണം ബാക്കിയുള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ മെസ്സഞ്ചർ മാത്രം അല്ലെങ്കിൽ വാട്സപ്പ് മാത്രം ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ കാണുന്ന റൈറ്റ് സൈഡിലേക്കുള്ള ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഡിലീറ്റഡ് ആക്കിയ മെസ്സേജ് വരുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻസ് കാണിക്കുന്നതാണ്. അതായത് നമ്മുടെ ഫോണിലേക്ക് ഒരാളൊരു മെസ്സേജ് അയച്ചു, പക്ഷേ നമ്മൾ ആ സമയത്ത് അത് സീൻ ചെയ്തില്ല. അയാൾക്കത് 30 മിനിറ്റിനുള്ളിൽ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ സീൻ ചെയ്യുന്നതിന് മുന്നേ അയാൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ഇതുപോലെ
നമ്മൾ ആ ഡിലീറ്റ് ചെയ്ത മെസ്സേജിൻ്റെ നമ്മൾക്ക് അയച്ച ആ മെസ്സേജ് അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതെന്ത് മെസ്സേജാണെന്നുള്ളത് നമുക്ക് ഈ വാമാറിൻ്റെ ഇൻ്റർഫേസിൽ പോയി നമുക്ക് സീഡ് ചെയ്യാൻ പറ്റും, നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും മെസ്സേജ്. അപ്പം ഞാൻ അതിലും റൈറ്റ് സൈഡിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. പിന്നെ ഇവർ ഇതിൻ്റെ ഒരു കാര്യം എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഏതെങ്കിലും ചാറ്റ് അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഫ്രണ്ടായിട്ടുള്ള ചാറ്റ് നമ്മൾ സൈലൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് നമ്മൾ സൈലൻ്റ് ആക്കിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാമാർ ആപ്ലിക്കേഷൻ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കില്ല. അതവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഫോണിൻ്റെ അകത്ത് നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ അകത്ത് ചാറ്റിൽ സൈലൻറ്റ് ചെയ്തിരിക്കുന്ന ചാറ്റുകൾ ഇവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് ആ മെസ്സേജുകൾ സേവ് ചെയ്യാനുള്ള അധികാരമില്ല ഇവർക്ക്. കാരണം നമ്മുടെ ഗ്രൂപ്പുകളും ചാറ്റുകളും നമ്മൾ സൈലൻ്റ് ആക്കാത്ത മാത്രമായിരിക്കും ഇവർ ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങൾ സൈലൻ്റ് ആക്കിയിട്ടുള്ള ചാറ്റുകളൊക്കെ റെഡിയാക്കുക, അല്ലെങ്കിൽ ആ ചാറ്റുകളിൽ നിന്നുള്ള മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്തെടുക്കാൻ ഇവർക്ക് സാധിക്കില്ല. അപ്പോൾ അത് വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ബട്ടണിൽ തന്നെ നിൽക്കുക. അതുപോലെ മീഡിയയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ സാധാരണ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് മെസ്സേജ് മാത്രമാണ് റിക്കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് മെസ്സേജ് ആയാലും ഓഡിയോ ആയാലും ടെക്സ്റ്റ്, വീഡിയോ, അങ്ങനെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട മെസ്സേജുകളും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അത് ഈ വാമാറിൻ്റെ ഇൻ്റർഫേസിലേക്കായിരിക്കും അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലേക്കായിരിക്കും വരുന്നത്. നമുക്കത് സേവ് ചെയ്ത് നമുക്ക് ഗാലറിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് നമുക്ക് സേവ് ചെയ്ത് മാറ്റാവുന്നതാണ് നമുക്ക്. അപ്പോൾ ഞാനത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറച്ച് സെറ്റപ്സ് ചെയ്യാനുണ്ട്. കാരണം ചില ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് ബാറ്ററി ഓവർ ആവുന്നതിന് വേണ്ടി ഈ ബാറ്ററിയുടെ ആപ്ലിക്കേഷൻ ഓവർ ചെയ്യുന്നതുകൊണ്ട് ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമ്മുടെ ഈ വാമാർ ആപ്ലിക്കേഷനെ കില്ല് ചെയ്യും. അതായത് ചില ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ അത് വർക്കാവില്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ബാറ്ററി ഡ്രെയിൻ ആണെങ്കിൽ അത് ഓഫ് ചെയ്തിടുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർ 2 ഓപ്ഷൻ പറയുന്നുണ്ട്, മൾട്ടിമീഡിയ ഫയൽസും നോട്ടിഫിക്കേഷൻ റീഡറും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു മൾട്ടിമീഡിയ ഫയൽ എനേബിൾ ചെയ്യുകയാണ്. അപ്പോൾ അലോ കൊടുത്തു. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതുപോലെ നോട്ടിഫിക്കേഷൻ റീഡർ, അതായത് നോട്ടിഫിക്കേഷൻ റീഡർ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾ ഇതിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഞാൻ അതിനെ പറഞ്ഞു നോട്ടിഫിക്കേഷൻസ് ആണ് ഇവർ സേവ് ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്ക് അയക്കുന്ന മെസ്സേജുകളല്ല ഇവർ ഡയറക്റ്റ് സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഓപ്ഷൻ നിങ്ങൾ എന്തായാലും എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇൻ്റർഫേസാണ് ഞാൻ നിങ്ങളോട്. അപ്പോൾ വാമാർ എനേബിൾ ചെയ്തു, അലോ കൊടുക്കുക നമ്മൾ. അപ്പോൾ അലോ കൊടുത്തു, ബാക്ക് സ്പേസ് അടിച്ചു, കണ്ടോ. ഇപ്പോൾ 2 ഓക്കെ ആയിട്ടുണ്ട്. ഇത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി ആ ലിമിറ്റേഷൻസൊക്കെയാണ് അവർ പറയുന്നത്. അതായത് ഇവരൊരു ലിമിറ്റേഷനാണ് പറയുന്നത്, നമ്മൾ ഓഫ്ലൈൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ സെറ്റിങ്സിൻ്റെ അകത്ത്, അതൊരു വാമാറിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് നമ്മൾ മീഡിയ അതുപോലുള്ള കാറ്റഗറിയിൽപ്പെട്ട മെസ്സേജുകൾ റിക്കവർ ചെയ്യാനായിട്ട് നമ്മൾ ഡിഫോൾട്ട് ഡേറ്റ വെച്ചിരിക്കുന്നത്, അതായത് ഡിഫോൾട്ട് കണക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വൈഫൈ ആണെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് നമ്മുടെ മൊബൈൽ ഡേറ്റയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. മിക്കവാറും നമ്മളത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫോൾട്ട് ഡേറ്റ അതല്ലെങ്കിൽ ഡിഫോൾട്ട് കണക്ഷൻ നമ്മൾ വന്നിരിക്കുന്നത് വൈഫൈ ആയിരിക്കും. അപ്പോൾ ഈ വൈഫൈ എന്ന് പറയുന്ന കണക്ഷൻ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ഡേറ്റയാക്കി മൊബൈൽ ഡേറ്റയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മെസ്സേജുകൾ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് സേവ് ആവുകയുള്ളൂ, നോട്ടിഫിക്കേഷൻസ് സേവ് ആവുകയുള്ളൂ. അപ്പോൾ ആ ഒരു ലിമിറ്റേഷനാണ് ഇവർ പറയുന്നത്. അത് നമുക്ക് സെറ്റിങ്സിൽ പോയി. അപ്പോൾ നമ്മുടെ വാമാറിൻ്റെ ഹോം പേജ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഏകദേശം നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ലുക്കൊക്കെ കാണുന്നുണ്ട്. ഇതിന് 3 ടൈപ്സ് കാണുന്നുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി കാണാനും, അതുപോലെ മീഡിയ ഫയൽസ് കാണാനും, അറ്റാച്ച്മെൻ്റാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ വാമാറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകൾ പോയി കിടക്കുന്ന ഒരു ഡൗൺലോഡ് സ്റ്റാറ്റസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഇൻ്റർഫേസാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഏകദേശം ഒരു വാട്സപ്പിൻ്റെ ലുക്കും ഏകദേശം ആ ഇൻ്റർഫേസ് ഡിസൈനൊക്കെയാണ് ഇതിൻ്റെ അത് UI അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ ടൂൾ ടിപ്പിൻ്റെ അതൊരു ഹെൽപ്പ് ടൂൾ ടിപ്പൊക്കെ കാണുന്നുണ്ട്, ഹെൽപ്പ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏകദേശം നമുക്കിതിനെക്കുറിച്ച് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ റിക്കവർ ചെയ്യാം, മെസ്സേജ് റിക്കവർ ചെയ്യാനും ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്യാനും അതുപോലെ മീഡിയ ഫയൽസൊക്കെ റിക്കവർ ചെയ്യാനുള്ളൊക്കെ ഹെൽപ്പുകളൊക്കെ അവർ പറയുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാണ്ട് അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ആപ്ലിക്കേഷൻ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്.
അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കിതിൻ്റെ മെനു ബാർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. മെനു ഐക്കൺസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഞാനിതിലേക്കിപ്പോൾ എൻ്റെ ഇമെയിൽ, ഫേസ്ബുക്ക്, മെസ്സഞ്ചറൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഏത് ആപ്ലിക്കേഷൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്തത് അൺടിക്ക് ചെയ്യുകയാണ്. കണ്ടോ, ഞാൻ അൺടിക്ക് ചെയ്തു. മെസ്സഞ്ചറും വാട്സപ്പും മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ഉണ്ടോ എന്ന് നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വാട്സപ്പും മെസ്സഞ്ചറും ഉണ്ട്. ഓക്കെ, അപ്പോൾ റെഡിയാണ്. പിന്നെ ഇതിപ്പോൾ മെസ്സേജൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ ഒന്നും കാണാത്തത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ട് നിങ്ങളത് സീൻ ചെയ്യുന്നതിന് മുന്നേ അയാളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ടായിരിക്കും വരിക. അപ്പോൾ ആ ചാറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ നിങ്ങളോട് പ്രത്യേക ഒരു കാര്യം എടുത്ത് പറയാം. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചാറ്റിൽ സൈലൻ്റ് ആക്കിയിട്ടുള്ള ചാറ്റുകളാണെങ്കിൽ അത് നമുക്കിതിൽ റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വാമാറിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് സൈലൻ്റ് ആയിട്ടുള്ള ചാറ്റുകളൊന്നും അവർക്ക് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുപോലെ ഗ്രൂപ്പുകളൊക്കെ സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ അവർക്കില്ല. അത് നമ്മൾ റെഡിയാക്കണം, സൈലൻ്റൊക്കെ മാറ്റിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് അവർ സർവീസ് റീസ്റ്റാർട്ടൊക്കെ ചെയ്യാനുള്ള സർവീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ ഹെൽപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ പ്രോബ്ലംസൊക്കെ പറയാം. പിന്നെ അതുപോലെ ആഡ്സൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. എബൌട്ട് സെക്ഷനൊക്കെ നോക്കാം. അതിൻ്റെ വേഷൻ ടൈപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡെവലപ്ഡ് ബൈ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ ഇതിൻ്റെ ഓപ്പൺ സോഴ്സ് ലൈസൻസൊക്കെ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യണം. ഏത് ആപ്ലിക്കേഷൻ എടുത്താലും അതിൻ്റെ ലൈസൻസും ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൈവസി പോളിസി ഓപ്പൺ സോഴ്സ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം. അവരെ പ്രൈവസി പോളിസിയൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് നോക്കണം. കാരണം ഞാനിത് ഫുൾ വായിക്കാൻ കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഡേറ്റ അവർ കളക്ട് ചെയ്യുന്നതും എങ്ങനെ ഇതിൻ്റെ അടുത്ത് ലോഗിൻ ചെയ്യണം, ഡേറ്റ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഏതൊക്കെ തേർഡ് പാർട്ടി സർവീസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടോ. ഇവർ യൂസ് ചെയ്യുന്ന ആകെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പ്ലേ സർവീസും ആഡ്മോബും ആഡ്സെൻസും. ഇത് രണ്ടും ആഡ്മോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ അകത്ത് പരസ്യങ്ങൾ നൽകുന്നതാണ് ആഡ്മോബാണ്. അതുപോലെ ആഡ്സെൻസും പിന്നെ ഫയർ ബേസിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ലിങ്കിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ഈ 3 മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി ഏകദേശം ഇതൊരു സേഫ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. മറ്റുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ ഡിലീറ്റ് ആയ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവോ ആരും നമുക്ക് അയക്കുന്ന മെസ്സേജുകളും നമ്മൾ സീൻ ചെയ്യുന്നതിന് മുന്നേ ഡിലീറ്റ് ആക്കിയിട്ടുള്ള മെസ്സേജുകളെല്ലാം നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണിനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ആപ്ലിക്കേഷനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടെ ഇത് പ്രയോജനപ്രദമാകും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. കാരണം ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്.